അസ്സലാമലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. 4 മണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്രെഡ് മുട്ടയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ബ്രെഡ് റോളാണ് ഇത് വെച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു വലിയ സവാള അതും ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, റസ്ക് പൊടിച്ച റസ്ക് പൊടി, 4 മുട്ട പുഴുങ്ങിയിട്ട് അത് ഫോർക്ക് വെച്ച് ഉടച്ചത്, കറിവേപ്പില, ബ്രെഡ്, പിന്നെ ഒരു മുട്ട, ടൊമാറ്റോ സോസ്, സോയാ സോസ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാക്കിയിട്ട് സവാള ഇട്ട് കൊടുക്കുക. ആദ്യം 3-4 ടീസ്പൂൺ ഓയിൽ മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായി കട്ട് ചെയ്താൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഒരു വലിയ സവാള മതി. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫില്ലിങ്സ് റെഡിയാക്കണം. ഇതിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡിലേക്ക് കണക്കാക്കിയിട്ട് ഞങ്ങൾ ഈ ഫില്ലിങ്സ് റെഡിയാക്കുന്നത്. സവാള കുറച്ച് വാടിയതിന് ശേഷം ഉരുളക്കിഴങ്ങൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യണം, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നന്നായിട്ട് രണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇനിയൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി വഴറ്റാം. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി അതും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി മാറ്റി കൊടുക്കണം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഏകദേശം 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്നും കൂടി വഴറ്റി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് ചേർന്നിരിക്കണം. അതിന് നന്നായി ഇത് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ മസാല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കൊത്തി ഉടച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം സോയാ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോയാ സോസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തത് ബ്രെഡിൻ്റെത് ശരിയാക്കാം. ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 ബോർഡേഴ്സും ആദ്യം കട്ട് ചെയ്ത് കളയണം. ഈ ബ്രൗൺ കളർ ബോർഡേഴ്സിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഓരോന്നും കട്ട് ചെയ്ത് കളയണം.
ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെയും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് നീളത്തിൽ പരത്തി നീട്ടി ശരിയാക്കണം ബ്രെഡ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സും ഒട്ടിക്കാനുള്ള പശയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്സ് ബ്രെഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുത്ത് അത് റോൾ ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുത്ത് റോൾ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് പോർഷന് കുറച്ച് പശ തേച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അതേപോലെ തന്നെ രണ്ടറ്റവും പശ തേച്ചിട്ട് ഒട്ടിക്കുക. മൈദ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയതാണ് പശയായിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാ പീസസിലും ഇപ്പോൾ ഫില്ലിങ്സ് നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് മുട്ടയിലും റസ്ക് പൊടിയിലും മുക്കിയെടുക്കണം. ഇത് നമ്മൾ റസ്ക് പൊടി വെച്ചിട്ടാണ് ഓരോന്ന് കോട്ട് ചെയ്യണത്. അങ്ങനെ കോട്ട് ചെയ്തതാണ് ഇതെല്ലാം. ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം ഫ്രൈ ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അധികം നേരമൊന്നും എണ്ണയിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. വേഗം മറിച്ച് കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഓരോന്ന് മറിച്ച് കൊടുക്കുക. എല്ലാ സൈഡും ഒരേപോലെ ആവണം. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് സോസാണോ ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.